Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. വാവ്, ഈ റോബോട്ട് വില്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്റ്റാർട്ട് മൂവിംഗ് വാക്ക് വേ. കണ്ണ സാറിന് ഭയങ്കര ലക്കിയാണല്ലോ. സാറിന്റെ ബന്ധുക്കളെല്ലാം തന്നെ സയന്റിസ്റ്റുകളാണല്ലോ. അതെ, റോബോട്ട് ഉണ്ടാക്കുന്ന അങ്ങയുടെ വലയച്ചനോട് ഞങ്ങളുടെ താങ്ക്സ് പറഞ്ഞേക്ക്. ഈ അമേസിംഗ് ആയിട്ടുള്ള റോബോട്ട് വിലയിൽ നമുക്ക് അവധി ആഘോഷിക്കാൻ അവസരം തന്നില്ലേ? ദുബായിൽ നിന്ന് എന്റെ ചെറിയമ്മാവൻ ഇന്നലെയാണ് വന്നത്. ഇറ്റ്സ് ഓക്കെ, അയൽവാസികളല്ലേ അയൽവാസികളെ സഹായിക്കേണ്ടത്. അടികൈ. വന്നാട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വില്ലയിലേക്ക് സ്വാഗതം. ദാ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് വെൽക്കം ഡ്രിങ്ക് ആണ്. വാവ്, എന്റെ ഫേവറേറ്റ് പാലക് ജ്യൂസ്. ആഹാ, ഈ ബനാന ഷേക്ക് വളരെ ടേസ്റ്റിയാണ്. ഖന്ന സർ, താങ്കളുടെ ഈ വല്യച്ഛന്റെ വില്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ ആം ഷുവർ എനിക്ക് ഇവിടെ ജോലിഭാരമെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായി വിശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. കാർക്കർ പറയുന്നത് ശരിയാണ് സാർ. ആൽബർട്ട് വല്യച്ഛൻ നിങ്ങളുടെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് നാനി സാർ. ഇടക്കിടക്ക് ഇങ്ങനെ സാ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തനിക്ക് സാധകം ചെയ്ത് സംഗീതജ്ഞനാവാമായിരുന്നില്ലേ? വരൂ സാർ, വരൂ. പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? പോപ്പൻ സാർ അക്യൂറത്തിൽ വീണോ? ഞാൻ ഈ ടവൽ കൊണ്ട് ബോഡി മൊത്തം ക്ലീൻ ചെയ്യാം സാർ. അല്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങി അസുഖം വലുത് പിടിക്കും സാർ. കുറച്ചു നേരം സൈലന്റ് സംസാരിക്കേ. നിനക്കത് നന്നായി തോന്നുന്നു റോബോ. സോറി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ആൽബർട്ട് ചോക്കിംഗ് കോളിംഗ്, ആൽബർട്ട് ചോക്കിംഗ് കോളിംഗ്. നെറ്റ്വർക്ക് പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ 6.25 പേർക്കും സുഖം തന്നെയല്ലേ? 6.25 പേരല്ല, 7 പേരുണ്ട്. നീ ചെറുതല്ലേ, അതുകൊണ്ട് കാല് മതിയാകും. ഡോക്ടർ ബാലുവിന്റെ കയ്യിൽ മരുന്നുകളുണ്ട്, എന്റെ കയ്യിൽ ചില കണ്ടുപിടുത്തങ്ങളുമുണ്ട്. എന്ത് ചെയ്യാനാ കുട്ടികളെ, ഖന്നയുടെ വലിയച്ഛനായി പോയില്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കവിതകൾ കേൾക്കും. ഇവനാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം, നാനി റോബോട്ട്. ഇവൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ബൈ. എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. ഞാനത് ഇപ്പൊ തന്നെ ശരിയാക്കാം. ഇട കഴുതേ, ഇത് ടിവിയുടെ റിമോട്ട് ഒന്നും അല്ല തട്ടി തട്ടി ശരിയാക്കാനായിട്ട്. വലിയച്ഛന്റെ കണ്ടുപിടുത്ത നാനി റോബോട്ട്. റോബോട്ടിന്റെ മുന്നിൽ വെച്ച് ആരും ഒച്ച ഉണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നാൽ നാനിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവന്റെ വയറുകളിൽ വയസ്സോൾ കൂടി വരും. ഇവന്റെ നെറ്റും ബോൾട്ടും പതുക്കെ ഇളകാൻ തുടങ്ങും. മാത്രമല്ല ടെമ്പറേച്ചർ 90 മോഡിലേക്ക് മാറും. അപ്പൊ ആരെങ്കിലും അബദ്ധത്തിൽ ഒച്ച വെച്ചാലോ? അതിനൊരു വഴിയേ ഉള്ളൂ. അവനെ റോബോ കവിത കേൾപ്പിച്ചാ മതി. ഹേയ് റോബോ 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 ബോബോ റോബോ റോബോ. ചരിത്രമുറങ്ങുന്ന നാടാണ് ഇറ്റലി. നെറ്റ്വർക്ക് പോയല്ലോ പെർമനന്റ്ലി. അത് കുഴപ്പമില്ല, എല്ലാരും ഒന്ന് ഓർത്താ മതി, ഒച്ചയുണ്ടാക്കരുത്. അല്ലെങ്കിൽ അവൻ 90 മോഡിൽ വന്ന് എന്തും ചെയ്തേക്കാം. മനസ്സിലായല്ലോ? ഓക്കേ. എന്റെ അമ്മച്ചി. സോറി, വെള്ളത്തിൽ വീണ് എനിക്ക് ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്. എന്റെ പോപ്പട്ടെ, നിന്റെ ഒടുക്കത്തെ തുമ്മല് കാരണം ഞങ്ങളും അപകടത്തിലായെന്നാ തോന്നുന്നത്. എത്ര ഓമനത്തമുള്ള കുട്ടികളാണ് നിങ്ങൾ. 7 കുട്ടികളെയും ഒരേ സമയം കയ്യിലെടുക്കാൻ എനിക്ക് വളരെയധികം കൊതിയാവുന്നുണ്ട്. അയ്യോ, നിങ്ങളെന്തിനാ കൂട്ടിയത്? ഇങ്ങനെ കുളിക്കുക ബനാന ഷേക്ക് വീണ്ടും വായിക്കുടങ്ങ് പുറത്തേക്ക് പോവും. സംശയമുണ്ടോ? എല്ലാവരും ചിരിക്കോ. ഇങ്ങനെ കുളിക്കാൻ ചിരിയല്ല, പേടിയാണ് ഉണ്ടാവുക. വഞ്ചിക്കാതെ ഞാൻ അടുത്തുള്ള ജിമ്മിൽ പോകുമായിരുന്നല്ലോ. ഇതിന് പറക്കും നടന്നിട്ടുണ്ടെങ്കിൽ വേഗം വലിയച്ഛനെ വിളിച്ചിട്ട് ഏത് കവിതയാ ചൊല്ലേണ്ടത് ചോദിക്കണം. കവിത റോബോ
ദാ വല്യച്ഛന്റെ ശബ്ദത്തിന് എന്തോ പറ്റി, അതുകൊണ്ട് നിർത്തിയാ സംസാരിക്കുന്നേ. ശബ്ദത്തിനൊന്നും പറ്റിയില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം ആടാ കഴുതേ. ബണി, നീ കോള് ചെയ്തുകൊണ്ടേയിരിക്കെ. എന്തായാലും കോള് കണക്ട് ആവുന്നവരെ ഈ റോബോട്ട് ഒന്നും ചെയ്യില്ല. റോബോ ബോബോ റോബോ ബോബോ റോബോ ബോബോ. അല്ല, റോബോ ബോബോ റോബോ ഫുട്ബോൾ. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. അങ്ങനെയൊന്നും അതിൽ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടതാ. ദാ നിങ്ങളെല്ലാരും അങ്ങോട്ട് നോക്കിയേ. റോബോട്ടിന്റെ മാനുവലില് ഇതിനെ നിർത്താനുള്ള വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. ആദ്യം അതിനെ നിങ്ങൾ 2 കൈകൊണ്ട് മുറുകെ പിടിക്കണം. എന്നിട്ടതിനെ ഇടത്തോട്ടും വലത്തോട്ടും ഇളക്കണം. എന്നിട്ടതിൽ പഞ്ചസാര ഇട്ട് കുഴച്ച് ഉണ്ടാക്കി സെർവ് ചെയ്യാം. എന്റെ അമ്മച്ചി, ഓ നോ, ഇത് ലഡു ഉണ്ടാക്കാനുള്ള മാനുവൽ ആയിരുന്നോ? ഇനി അടുത്തതാണ് ഫണ്ണി ടൈം. കൂട്ടുകാരെ, ഇനി ആ റോബോട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. കുട്ടികളിങ്ങനെ ഓടാൻ പാടില്ല, ഉറങ്ങാനുള്ള സമയമായി. അയ്യോ, ഇവൻ എന്തിനാ ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മളെ കിടത്തി ഉറക്കാൻ നോക്കുന്നത്? എന്റെ അമ്മച്ചി, എന്റെ പൊന്നു റോബോട്ട്, നീ എന്തായി ചെയ്യുന്നത്? അയ്യോ, എന്നെ വെറുതെ വിടൂ. സോറി സാർ, മേഡം വേഗം ഉറങ്ങിക്കോളൂ സാർ. ഉറങ്ങാതെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കൂ സാർ. ഗുഡ് നൈറ്റ് സാർ, ഉറങ്ങിക്കോളൂ സാർ. വേണ്ട, എന്ത് റോബോട്ടാണിത്? അയ്യോ ഖന്ന സാർ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ജിംഗിൾ ബാൽസ് ജിംഗിൾ ബാൽസ് ജിംഗിൾ ബാൽ സ്ലീപ്പിംഗ് ബാൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. സിംഗ് വിത്ത് മീ. ജിംഗിൾ ബാൽസ് ജിംഗിൾ ബാൽസ് ജിംഗിൾ ബാൽ സ്ലീപ്പിംഗ് ബാൽ. കണ്ണും പൊട്ടി ചാഞ്ഞുറങ്ങും ചാഞ്ചാടിക്കോ കുട്ടിക്കോട്ടം. ബണി, എന്താ ഈ ചെയ്തത്? ഇത് അണ്ടു ബട്ടണ. എല്ലാവരും വേഗം രക്ഷപ്പെട്ടോ, വൈകാതെ തന്നെ ഇവൻ വീണ്ടും ആക്റ്റീവ് ആവും. എന്റെ കണ്ണുകൾക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഓഹോ, കുട്ടികൾ ഓടിക്കളഞ്ഞതാണ്. ഈ വാതിൽ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഒളിച്ചു കളിക്കുകയാണോ? എങ്കിലും ഞാനേ ജയിക്കൂ, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം സ്കാൻ ചെയ്യുന്ന സ്കാനറാണ്. വലിയച്ഛ, വേഗ കവിത ഒന്ന് പറഞ്ഞു താ. ഇവിടെ ഈ റോബോട്ട് ഔട്ട് ഓഫ് കൺട്രോളിലാണ്. ഹലോ ഹലോ, എന്റെ അമ്മോ, വീണ്ടും നെറ്റ്വർക്ക് പോയെന്നാ തോന്നുന്നേ. എന്റെ പുന്നാര കുട്ടികളൊക്കെ എവിടെയാ പോയത്? പിടികിട്ടി. എന്റെ അമ്മോ, വല്ലാത്തൊരടിയായി പോയി. സ്കൂളിൽ മാഷുമാര് പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ഇത് പിടികിട്ടിന്നല്ല, അടി കിട്ടിയെന്നാ. ഓഹോ, ഒളിച്ചു കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ നിങ്ങളെല്ലാവരും കളിപ്പിക്കാം. എനിക്ക് പലതരം കളികൾ അറിയാം. എന്തായിരുന്നോ കവിത? റോബോ ബോബോ ബോബോ, അയ്യോ. റോബോ ബോബോ ബോബോ, അയ്യോ. അല്ല, എന്തായിരുന്നോ കവിത? അയ്യോ. കൂട്ടുകാരെ, ഇവൻ നമ്മളെ കുളിപ്പിച്ച് കിടത്തുമെന്നാ തോന്നുന്നേ. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറവുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാവരും ഞാൻ നന്നായി തന്നെ നോക്കും. ഓക്കെ സാർ, ഇപ്പൊ സമയം എത്ര മണിയായി? 5 മണിയാകുമ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പുറത്തു പോവേണ്ടതാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോ ട്രോളിക്ക് പകരം നമ്മുടെ തലക്കൂടെ സാധനം വെക്കാണ്ടിരുന്നാ മതി. അതുകൊണ്ട് ചെറുതായിട്ടൊരു കള്ളം പറയാം. സമയം ഇപ്പൊ 4 മണിയായി. ഓ, 4 മണി. ഈ സമയം നിങ്ങളെ പാർക്കിൽ കൊണ്ടുപോകാൻ റെഡിയാക്കാനുള്ള സമയമാണ്. വല്ലാത്ത പുലിവാല് തന്നെയാണല്ലോ. പാർക്കിൽ പോവാൻ റെഡിയാവാം. ജീപ്പും പൗഡറും ഇട്ടല്ലോ. ഹണിമണി എന്നാൽ മ്യാവും മ്യാവും. ചോർദാർ എന്നാൽ ബാവോ ബാവോ.
അലി 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 എന്താ അവര് ഇത്ര ചെറുതായി കാണുന്നത്? ഓ, ഓടുകയാണ്. നിങ്ങൾ തന്നു പണി, നിക്ക് ഹണി പണി. എങ്ങനെയെങ്കിലും ഈ റോബോട്ടിന്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ മതിയാകൂ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കറി തീർക്കും. ഈ പോക്ക് പോവാണെങ്കിൽ നമ്മളെ പണി ഉടനെ തീരും. അയ്യോ. അല്ല, കവിത എന്തായിരുന്നു? റോബോട്ടോ റോബോട്ടോ റൊപ്പോട്ടോ റോബോട്ടേട്ടാ റോബോ റോബോ വിട്ടേ കേട്ടാ പോട്ടെ പോട്ടെ. ഇത് കേട്ട് നിന്നെ ആ റോബോട്ട് തല്ലില്ലായിരിക്കും, പക്ഷെ ഞാൻ ചിലപ്പോ നിന്നെ തല്ലാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്തായാലും പറയാം, ഇന്ന് നമ്മൾ ഇത്ര ഉയരത്തിലെത്താൻ കാരണം വേറെ ആരുമല്ല, നമ്മുടെ റോബോട്ട് നാനിയാണെന്ന്. എന്റെ അടുത്ത് നിന്ന് മോടി മാറി നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. ഇനി നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് താഴോട്ട് എങ്ങനെ അറിയോ? അയ്യോ, നൈസ് ഐഡിയ. ഞാൻ വിചാരിച്ചത് കുറച്ചു നേരം ഏത്തം പിടിച്ചിട്ട് വിടാമെന്നായിരുന്നു. ആൽബർട്ട് വല്യച്ഛ, ഞങ്ങളെ രക്ഷിക്കണേ, എവിടെന്നെങ്കിലും ഒന്ന് വരണേ. അതെ, ആൽബർട്ട് റോക്കി വെള്ളിച്ച പെട്ടെന്ന് വാ, എന്നിട്ട് ഞങ്ങൾ ഈ റോബോട്ടിൽ നിന്ന് വേഗം രക്ഷിക്കേ. മക്കളെ, കവിത ഇതാണ്. ഹേയ് റോബോ 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 ബോബോ റോബോ ബോബോ റോബോ. ഇത് മറക്കാതെ ഓർത്ത് വെച്ചേക്കണേ. ശരിയാണ് ശരിയാണ്. വല്യച്ഛ, വല്യച്ഛനിപ്പോ വന്നത് ഏതായാലും നന്നായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് പെറുക്കിക്കൊണ്ട് പോവേണ്ടി വന്നേനെ. ദാ വല്യച്ഛ വന്നു, ഇനിയെങ്കിലും ഞങ്ങൾ താഴേക്ക് ഇറക്കാൻ നോക്ക്. നീ കാരണം രാവിലെ തൊട്ടുള്ള കവിത എല്ലാം ഞാൻ മറന്നുപോയി. താങ്ക് യു വലിയച്ച, കൃത്യസമയത്ത് തന്നെ എത്തി ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു. ഇറ്റ്സ് ഓക്കെ മക്കളെ, നിങ്ങളെ ലാസ്റ്റ് കോളിൽ എനിക്ക് മനസ്സിലായി റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ വഷളായിരിക്കുകയാണെന്ന്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ പോയതിൽ വെച്ചൊരു വെറൈറ്റി ട്രിപ്പായിരുന്നു. അതെ, ഞാനൊരു തമാശ കാണിച്ചതാ, അതിലൂടെ ഉള്ളു തുറന്ന് ചിരിച്ചാലേ ടെൻഷനൊക്കെ പോകൂലേ.